Okay, our next topic is Turing machine. So I'm sure you would have all heard about the Turing machine. Turing machine is nothing but it is actually a miniature of a computer. Okay, ഒരു കമ്പ്യൂട്ടറിന് എന്തൊക്കെ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്ന ഒരു മിനിയേച്ചർ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബേസിക്കലി a tool that is used to perform the computations or used to perform the mathematical computations of that can be performed on a computer. Okay, അപ്പോൾ ഇവിടെ നോക്കൂ, ട്യൂറിംഗ് മെഷീനിന് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദീസ് തിങ്സ്. ഓക്കെ, എന്താണ് ഇവിടെ ഇതിനായി? ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻപുട്ട് ടു വേ ഇൻഫൈനൈറ്റ് ടേപ്പ്. നമ്മൾ ഇത്രയും നേരം ടേപ്പ് കണ്ടിരുന്നു, പക്ഷെ ടേപ്പ് നമുക്ക് ഒരു ഫൈനൈറ്റ് ടേപ്പ് ആയിരുന്നു അല്ലേ. നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലും അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലും, അതായത് പുഷ് ഡൗൺ ഓട്ടോമേറ്റ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പുഷ് ഡൗൺ ഓട്ടോമേറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പുഷ് ഡൗൺ ഓട്ടോമേറ്റേനും നമ്മുടെ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയ്ക്കും ഓക്കെ, ഇതൊക്കെ ഒരു സർട്ടൻ കൈൻഡ് ഓഫ് ലാംഗ്വേജസ് മാത്രമേ നമുക്ക് ഇതിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. സർട്ടൻ കൈൻഡ് ഓഫ് ലാംഗ്വേജസ് മാത്രമേ ഇതിലൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിന് റീഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, so there are some languages that cannot be read by the PDA and FA, that we have already seen so many of such languages അല്ലേ. അങ്ങനത്തെ ലാംഗ്വേജസിനെ റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതും വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റ അല്ലെങ്കിൽ ഒരു മെഷീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ ട്യൂറിംഗ് മെഷീൻ ഹാസ് എൻ അപ്പർ ഹാൻഡ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് PDA ആൻഡ് FA. PDA FA-നെക്കാട്ടിലൊക്കെ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണ് നമ്മുടെ ഈ ട്യൂറിംഗ് മെഷീൻ. അപ്പോൾ ഈ ട്യൂറിംഗ് മെഷീനിൽ എന്താണ് ഫൈനൈറ്റ് നമ്മൾ ഇത്ര നേരം ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലും PDA-യിലൊക്കെ നമ്മുടെ ടേപ്പ് ഉള്ളത് ഒരു ഫൈനൈറ്റ് ടേപ്പായിരുന്നു. ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ആൽഫബറ്റ്സിനെ അല്ലെങ്കിൽ ഇൻപുട്ടിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേപ്പായിരുന്നു അല്ലേ. ഇവിടെ ദ ഡിഫറൻസ് ഇസ് ദാറ്റ് വി ആർ ഹാവിങ് എൻ ഇൻഫൈനൈറ്റ് ടേപ്പ്. ഓക്കെ, ഇൻഫൈനൈറ്റ് ടേപ്പ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഇവിടെ നിങ്ങൾക്കൊരു ബ്ലാങ്ക് സിമ്പിൾ കാണാം, അതിനോടൊപ്പം തന്നെ Y1 Y2 അങ്ങനെ കുറേ ഇൻപുട്ട് സിമ്പിൾസും കാണാം. ഓക്കെ, സോ ഇതിൽ വരുന്ന ഒരു സ്പെഷ്യൽ സിമ്പിളിനെയാണ് ഞാൻ ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാങ്ക് ആക്കിയിട്ട്. ഓക്കെ, ഇതൊന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് B എന്ന് എഴുതാം, ബ്ലാങ്ക്. ഓക്കെ, ഈ ബ്ലാങ്ക് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് നൾ, നള്ളല്ല, നൾ സിമ്പിൾ അല്ല അത് വേറൊരു, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിമ്പിൾ ദാറ്റ് വി യൂസ് ടു ഫിൽ ദിസ് ഇൻഫൈനൈറ്റ് ടേപ്പ്. ഓക്കെ, ഈ ഇൻഫൈനൈറ്റ് ടേപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലാങ്ക് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അത് എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ടേപ്പ് ഹെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സിമ്പിൾസിനെ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ ഫൈനൈറ്റ് കൺട്രോളിൽ റീഡ് ചെയ്യും. ആൻഡ് ഇറ്റ്സ് ചേഞ്ചസ് ഓൺ റീഡിങ് ആൻ ഇൻപുട്ട് ആൽഫബറ്റ് ഓർ ഇൻപുട്ട് സ്ട്രിങ്, ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു ദി അതർ. ആൻഡ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സാധാരണ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലും PDA-യിലൊക്കെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ആൻഡ് ദെൻ ഫൈനലി ഇറ്റ് വിൽ ഐദർ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്. ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ദ സ്ട്രിങ് ഗെറ്റ്സ് ആക്സെപ്റ്റഡ്, റിജക്റ്റിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ ദ സ്ട്രിങ് ഗെറ്റ് റിജക്റ്റഡ്. ഓക്കെ, സോ വാട്ട് യു നീഡ് ടു നോ ഇസ് ദാറ്റ് ഇറ്റ് ക്യാൻ സ്റ്റോർ ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഓക്കെ, അതൊരു ഇൻഫൈനൈറ്റ് മെമ്മറി ആയതുകൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ടേപ്പ് ആൻഡ് ക്യാൻ ബി പ്രോസസ്ഡ്. ഓക്കെ, so that is in a brief about the Turing machine. So Turing machine was basically proposed by Alan Turing. Okay, Alan Turing ആണ് ഈ Turing machine എന്നുള്ള കൺസെപ്റ്റ് പുള്ളിക്കാരനാണ് അത് ഇൻവെൻറ്റ് ചെയ്തത്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ ട്യൂറിംഗ് മെഷീൻ. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് ഇൻ late 30s, 1936 I feel. Yeah, so that is when this Turing machine was introduced or invented by Alan Turing. And now we will get a little more in depth to this topic, and I want you all to draw this diagram, and I will tell you what all tuples this Turing machine has got. Okay, ഈ ട്യൂറിംഗ് മെഷീൻ നമ്മൾ കുറേ ടപ്പിളൊക്കെ എല്ലാത്തിലും പഠിച്ചിരുന്നു, അതേപോലെ തന്നെ ട്യൂറിംഗ് മെഷീനിലും കുറേ ടപ്പിൾസ് ഉണ്ട് ഇതിൽ ഡിഫൈൻ ചെയ്യാനായിട്ട്. ആൻഡ് ഐ വിൽ ടെൽ യു വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ആൻഡ് as I told you, input table this input tape performs so many operations like reading or scanning the input, okay, and writing the input, and then pinendakya the operations cheyyunnathu, it will move to the left direction, move to left on inputting. ഈ ടേപ്പ് ഹെഡിലെ
ഇറ്റ് ക്യാൻ മൂവ് ഇൻ ഐദർ ഡയറക്ഷൻസ് ഓർ ഐദർ റൈറ്റ് ഓർ ലെഫ്റ്റ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഇൻപുട്ട് വരുമ്പോൾ അതിന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം, എൽസ് ഇറ്റ് ക്യാൻ മൂവ് ടു ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. Okay, so these are some of the operations that are performed by this tape head. Okay, reading or scanning the input, writing the input, moving to the left and moving to the right. Okay, now I will tell you what are the tuples that are contained in the Turing machine. So please make a note of this. So these are the 7 tuples of the Turing machine. ഇതിൽ കുറേ എണ്ണമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതിലാകെ പുതുതായി വന്നിരിക്കുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് ദ ബ്ലാങ്ക് സിമ്പിൾ. ഓക്കെ, ബ്ലാങ്ക് സിമ്പിൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ക്യൂ, ആസ് യു നോ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് സ്റ്റേറ്റ്സ്. ഓക്കെ, ആൻഡ് സിഗ്മ ഇസ് ദി ഇൻപുട്ട് ആൽഫബറ്റ്. Delta is the transition function. Q0 is the initial state, and this half T, which is the toe, is the tape symbol, and this is the blank symbol, and A is the accepting states. Okay, എല്ലാ ഫൈനൈറ്റ് ഓട്ടോമാറ്റകളിലും നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ ട്രാൻസിഷൻ ഫംഗ്ഷനിലാണ് എപ്പോഴും ഡിഫറൻസ് ഉണ്ടാവുക. സോ ഐ വിൽ ടെൽ യു വാട്ട് ദിസ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഇസ്. ഓക്കെ, സോ മേക്ക് എ നോട്ട് ഓഫ് ദിസ്. Okay, here is the transition functions that I have here written. Delta of q comma x is equal to p comma y comma, ഇതിനെ നമ്മൾ ഡയറക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്, either to the right or to the left. അതാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ. ഓക്കെ, ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ, ഓക്കെ, സ്റ്റേറ്റിൽ ക്യൂ, ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേപ്പ് സിമ്പിളാണ്. ഓക്കെ, ടേപ്പ് സിമ്പിളായ ടൗ. അതായത് നമ്മളൊരു സ്റ്റേറ്റ് ക്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ നിൽക്കുകയാണ്, Q0 എന്നുള്ള സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അവിടെ ഒരു ടേപ്പിൽ നിന്ന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ടിനെ എടുത്തു. എക്സ് എന്ന് പറഞ്ഞ ഇൻപുട്ടിനെ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ഗോ ടു അനദർ സ്റ്റേറ്റ് പി, ന്യൂ സ്റ്റേറ്റ് പി. ഓക്കെ, ആൻഡ് ന്യൂ ആ ടേപ്പ് സിമ്പിൾ എന്താവും, നമ്മൾ പുതിയ ടേപ്പ് സിമ്പിൾ വയ്ക്കുമ്പോൾ ആ ടേപ്പിൻ്റെ നമ്മൾ എന്താ ആ ടേപ്പ് സിമ്പിൾ മാറില്ലേ, നമ്മൾ PDA നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ തന്നെ അതായത് കറണ്ട് എന്താണോ എടുക്കുന്നത് അത് വെച്ച് റീപ്ലേസ്ഡ് ആവുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഇസ് അഗെയിൻ എ ടേപ്പ് സിമ്പിൾ. ടേപ്പ് സിമ്പിൾ അതായത് അതിൻ്റെ എന്താണോ നമ്മൾ എടുക്കുന്നത് അത് വെച്ച് റീപ്ലേസ്ഡ് ആവുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ മൂവ് ടു ഐദർ ലെഫ്റ്റ് ഡിറക്ഷൻ ഓർ ദ റൈറ്റ് ഡിറക്ഷൻ. Okay, q comma x, on considering a tape symbol, will go to another new state, and a tape symbol change varam varadirikam depending upon the input, and then it will move either to the left direction or the right direction. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ വരിക. ഓക്കെ, നമ്മളത് എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ കുറേയും കൂടി ക്ലിയർ ആവും. സോ ഐ എം ജസ്റ്റ് ഗിവിങ് എൻ ഇൻട്രൊഡക്ഷൻ. നൗ വിൽ get in detail to the problem so that you will understand it better. Okay.